കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തും PPE കിറ്റ് കൂടിയ വിലയ്ക്ക് വാങ്ങിയും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വലിയ അഴിമതിയാണ് കോവിഡ് കാലത്ത് നടത്തിയതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇതിനെതിരെ കേസെടുക്കണം. ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറാണ് ഇതിൽ ഒന്നാം പ്രതിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോവിഡ് കാലത്ത് ജനം അനുഭവിച്ച ദുരിതം വിറ്റുകാശാക്കാൻ ശ്രമിച്ചതിൽ വെറുതെ ഇരിക്കില്ല. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന കമ്മിറ്റിയാണ് കൂടിയ വിലയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചത്. ദുരന്തത്തെ പോലും അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ച സർക്കാരാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് കോവിഡ് സമയത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന് CAG റിപ്പോർട്ട് പുറത്തുവന്നത്. പൊതുവിപണിയേക്കാൾ 300% ഉയർന്ന നിരക്ക് നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. ഇതിലൂടെ 10.23 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടായത്. PPE കിറ്റ് 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് വാങ്ങിയെന്നും 2 ദിവസത്തിന് ശേഷം മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നു. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടിയെന്നാണ് CAG ചൂണ്ടിക്കാട്ടുന്നത്. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തടഞ്ഞ് സാൻ ഫാർമ എന്ന കമ്പനിക്ക് PPE കിറ്റിനെ മുൻകൂറായി മുഴുവൻ പണവും നൽകിയെന്നുമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെയാണ് ഈ ഇടപാട് നടന്നത്. സർക്കാർ നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിറ്റുകൾ നൽകാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ സ്ഥിരം വിതരണക്കാരായ 3 പേരുൾപ്പെടെ 4 സ്ഥാപനങ്ങൾ തയ്യാറായി നിൽക്കെയാണ് ഉയർന്ന നിരക്കിൽ ഓർഡർ നൽകിയത് എന്നതടക്കം വിവരങ്ങൾ സർക്കാരിനെ നേരത്തെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത്യാവശ്യ സാഹചര്യം നേരിടാനുള്ള നടപടിയെന്ന് വിശദീകരിച്ചാണ് സർക്കാരും ഭരണ നേതൃത്വവും പിടിച്ചു നിന്നതും. PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? 500 രൂപയ്ക്ക് 450 മുതൽ 500 രൂപയ്ക്ക് വരെ PPE കിറ്റിന് ഓർഡർ കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു കമ്പനിക്ക് 1500 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ച ആരോഗ്യമന്ത്രിയും ഇതിനകത്ത് വൻ അഴിമതിയല്ലേ കാണിച്ചിട്ടുള്ളത്? ആരോഗ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തത്. മുഖ്യമന്ത്രി അറിഞ്ഞ് ചെയ്താൽ അഴിമതി അല്ലാതാകുമോ? മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തെങ്കിൽ എല്ലാ അഴിമതിയും നടത്താൻ കഴിയുമോ? കോവിഡ് കാലത്ത് കത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തത്. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ആ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട് ജനങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ ഗുരുതരമായ കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികളിൽ വിതരണം ചെയ്തു. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അപ്പോൾ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ചെയ്തത്. അപ്പൊ ഇതൊരു വലിയ അഴിമതിയാണ്, കൊള്ളയാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് CNDAG അത് ന്യായീകരിച്ചിരിക്കുന്നു. സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഇതിനെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് തുടരേണ്ടത്. ഈ അഴിമതിക്കാർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. കേരളം കോവിഡിന്റെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ച ഇവരെ ജനങ്ങൾ വെറുതെ വിടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ തന്നെ ലോകായുക്തയിൽ ഒരു കേസ് നിലവിലുണ്ട്. മറ്റെന്ത് നടപടി വേണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ആരോഗ്യമന്ത്രി അല്ലേ ആദ്യത്തെ പ്രതി ആരോഗ്യമന്ത്രി തന്നെയാണ്. അവരാകെ പറയുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഞാൻ ചെയ്തത്. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞ് ഇങ്ങനൊരു അഴിമതി നടത്താമോ? അപ്പം മൊത്തം സർക്കാർ ഈ കാര്യത്തിൽ അഴിമതിക്കാരാണ്, അഴിമതി ചെയ്തിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ആ കമ്മിറ്റി തീരുമാനിച്ച നടപടിയും തെറ്റാണ്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് കിട്ടുമായിരിക്കെ കൂടിയ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സത്യം. അന്നത്തെ സാഹചര്യത്തിൽ
കൂടിയ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനി 21 ദിവസം കഴിഞ്ഞാണ് സാധനം കൊടുത്തത്. അതിനു മുമ്പ് 450 രൂപയ്ക്ക് കൊടുക്കാമെന്ന കമ്പനി അത് അന്ന് അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറായിരുന്നു. അവിടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തെ വിറ്റ് കാശുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. ഒരു ദുരന്തത്തെ പോലും അഴിമതിക്കുള്ള ഉപാധിയാക്കി മാറ്റിയ ഗവൺമെന്റാണിത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്.